ഇവിടെയുണ്ട്. ഒന്നിങ്ങോട്ട് വന്നേ. ബീറു പുള്ളിൻ കുടുംബത്തോടെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾ പരിചയപ്പെടാൻ വന്നിരിക്കുക. എന്ത് പരിചയപ്പെടാനോ? അതെ, നിങ്ങളല്ലേ പറഞ്ഞത് മുന്നും പിന്നും പരിചയമില്ലാത്തവർക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടാൻ വന്നത്. വാ പരിചയപ്പെടാം. നിങ്ങളുടെ കളിപ്പാവലാണെന്ന് വിചാരിച്ചു. എന്താ ഓരോ ഉടായ്പ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങോട്ട് പൊയ്ക്കോ. ഒന്ന് പറയട്ടെ, പെണ്ണിനെ തരണമെന്നില്ല, പരസ്പരം ഇടപഴകി നോക്കാം. ഇഷ്ടപ്പെട്ടാ കെട്ടിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഒന്ന് അടുത്തിടപഴകട്ടെ. കാശും ചക്രമൊന്നും അല്ലല്ലോ, ഒന്ന് വിട്ടു നോക്കുന്നേ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ കളിതമാശം ഇവിടെ വേണ്ട. നോക്ക്. അതെ അതെ അതെ. കുഞ്ഞേ, എന്താ പ്രശ്നം? ചേട്ടാ മുന്നും പിന്നും പരിചയമില്ലാത്തവർക്ക് പെണ്ണിനെ കെട്ടിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. എന്നാ ഒന്ന് ഇടപഴകി പരിചയപ്പെടാന്ന് വെച്ചപ്പോ വാതിലടച്ചു. ഞങ്ങളുടെ വീട്ടിലോട്ട് വാ മക്കളെ. എനിക്ക് 2 പെമ്മക്കളാ ഉള്ളത്. നല്ലപോലെ ഇടപഴകിക്കോ. ഇഷ്ടപ്പെട്ടാ കെട്ടിക്കോ, ഇല്ലെങ്കിൽ കൂട്ടുകാരെ പോലെ കൂടി നടന്നോ. വാ മക്കളെ. ഇത് സഞ്ജിന. ഈ സഞ്ജി എവിടെ വെക്കണ്ടേ? ഇടപെട്ട പേരാണോ പറഞ്ഞേ? ഇത് എത്ര സുന്ദരമായ പേരാന്നറിയാവോ? ഇത് സഞ്ജിനയും ഇത് മഞ്ജിനയും. മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടം തീർത്തു. ശിവാജി നിനക്ക് ഓക്കെ അല്ലേ? വേണ്ട ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഇടപഴകിക്കോളാം. ആയിക്കോട്ടെ. എടോ ചങ്ങാതി, വീട്ടുപടിക്കാൻ വന്നവരെ ഇങ്ങനെ വെളിയിൽ നിർത്തി കഥ അടയ്ക്കുന്നത് ശരിയാണോ? ഇതാണോ നാട്ടു നടപ്പ്? നിങ്ങൾ കണ്ടില്ലേ, ഇതുങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കുക. അയാളുടെ കണ്ണിലേക്കൊന്ന് നോക്ക്. അയാളുടെ കളറിന്റെ കാര്യം പറയാനുണ്ടോ? അയ്യോ, അയാളുടെ സ്റ്റൈല് കണ്ടില്ലേ? ഇയാളെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറയുവോ? ചേട്ടൻ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ? പുകഴ്ത്തുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആളാ. ഞങ്ങൾ ഇവരൊന്നും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ചങ്ങാതി, ശത്രു ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വരുമ്പോ ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തു വിടുന്ന നമ്മുടെ നാട്ടിലെ മര്യാദ. നല്ല മനസ്സുള്ള ഒരാളെ കിട്ടുന്നത് വലിയ പാടാ. കൂട്ടിക്കൊണ്ട് പോയി നന്നായിട്ടൊന്ന് ഇടപഴക്. എന്തൊരു കഷ്ടമാണ്. കേറി വാ. കൂൾ. വാ ഇടപഴകാം, വാ ഇടപഴകാം, വാ ഇടപഴകാം. Come on, baby. നിങ്ങളെന്താ വീടിനകത്ത് കബഡി കളിക്കണം? ആ ചെല്ല്, അടുക്കളയിൽ പോയി നിങ്ങൾക്ക് കുടിക്കാനായിട്ട് കാപ്പിയോ ചായ എന്തെങ്കിലും കൊണ്ടുവാ. ലുങ്കി എവിടെ കിടക്കുന്നേ? എന്തിനാ ലുങ്കി? ചുമ്മാ ഫ്രീ ആയിട്ട് നടക്കാലോ. അത് പാവാടയാണ്. ശിവാജി പിടിച്ചോ. Give red color. അല്ല, ചീട്ട് എവിടാ വെച്ചിരിക്കുന്നേ? ചീട്ടോ? ചീട്ട് എന്തിനാണ് ഇരിക്കുന്നേ? റമ്മി ഇവർക്കിടേണ്ടത് പഞ്ചസാരയല്ല. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ. ഇത് ശംഖുമാർക്കാണോ? അല്ല, കാളമാർ. മാമ, നിനക്കെന്തെങ്കിലും വേണോ? ബിയർ ഉണ്ടോ? ഇതില് മോരുണ്ട്. ഓ, ബിയർ ഇല്ലല്ലേ? മോനെ പുറത്ത് പോയി 2 ബിയർ മേടിച്ചു. അല്ല അല്ല, സോറി 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 സോറി. എന്താ കഴിക്കുന്നേ? വിഷം. വിഷോ? അതെ, കൊണ്ടുവന്നല്ലോ. കുടിക്ക്. പെട്ടെന്ന് കുടിച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇതെന്താ വെറും കാപ്പി മാത്രമേ ഉള്ളൂ ഇവിടെ? മധുര പലഹാരങ്ങളൊന്നുമില്ല? ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ കുടുംബത്തോട് ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പൊ എരിവ് മധുരമൊക്കെ തരുന്നത് ഞങ്ങളുടെ മലയാളികളുടെ മര്യാദയല്ലേ? ഞങ്ങൾ മലയാളിയല്ല. നിങ്ങൾക്ക് എരിവും മധുരമൊക്കെ വേണം അല്ലേ? ദാ കൊണ്ടുവരാം. താങ്ക് യു. ശിവാജി, ശിവാജി, എടാ കാപ്പിയിൽ വിഷം ചേർത്തിട്ടുണ്ടാ. ഒരു കാര്യം നീ ചെയ്യടാ, വേഗം ഒരു ആംബുലൻസിനെ കൊണ്ട് കോൾ ചെയ്ത് വരാൻ പറ. നമ്മുടെ നാട്ടിലാണ് ആംബുലൻസ് കടത്തി വിടത്തുമില്ല. ഇത് മധുരം, ഇത് എരിവ്. ശിവാജി, എന്തെങ്കിലും ഇത് ചെയ്യടാ. ഇതാണോടാ മുളക് ബജി? അയ്യോ, എനിക്ക് സെൽവിയുടെ കൈകൊണ്ട് വിഷം തന്നാലും ഞാൻ കഴിക്കും. അയ്യോ അയ്യോ, ഇതെന്താ? ഇതെല്ലാം കഴിച്ച അടിമുടി എരിയില്ലടാ ശിവാജി. വേണ്ട മോനെ, വേണ്ട. അയ്യോ, തിന്നു. അയ്യോ, അയ്യോ, വാഷ്റൂം പ്ലീസ്. താങ്ക് യു. നീ എവിടെ പോവാ ശിവാജി? ചൂച്ചു. പോ. വെള്ളം. എന്റെ മകൻ ആരോ കൂടോത്രം ചെയ്തിരിക്കുക. ഇത് ചെറിയ കൂടോത്രമല്ല, മുളക് കൂടോത്രമാ. ശിവാജി, മോനെ എന്തു പറ്റി മോനെ? Nothing.
അകത്തൊരു വലിയ ഭൂകമ്പം തന്നെ നടന്നു അല്ലേ ഓക്കെ, വളരെയധികം സന്തോഷം. പരിചയപ്പെടുന്നതിൽ ഫസ്റ്റ് കോഴ്സ് വിജയകരമായിരിക്കും. അടുത്ത കോഴ്സ് എന്താന്ന് വെച്ചാൽ ഈ വരുന്ന ഞായറാഴ്ച നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്ന് വരണം. വിരുന്നോ? അതൊന്നും വേണ്ട, ഞങ്ങൾ വരില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരണം, താല്പര്യം ഇല്ലെങ്കിലും വരണം. നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ 11 മണിക്ക് കാർ എടുത്തോണ്ട് ഇവൻ ഇങ്ങോട്ട് വരും. വരുന്ന സമയത്ത് നിങ്ങൾക്ക് പഴമോ പലഹാരമോ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതല്ല എന്റെ മാമൻ വാങ്ങിക്കും. നിങ്ങൾ വന്നാൽ മാത്രം മതി. നിങ്ങൾ വന്നാൽ മാത്രം മതി. പറഞ്ഞത് കേട്ടല്ലോ. See you on Sunday. Bye bye. അപ്പൊ Bye. പറഞ്ഞ പോലെ ബൈ